രാജ്യമിന്ന് കാർഗിൽ വിജയ് ദിവസിന്റെ 27ാം വാർഷികം ആഘോഷിച്ചു. ഭൂപ്രകൃതിയോടും കാലാവസ്ഥയോടും പൊരുതി ഇന്ത്യ കാർഗിൽ ഉയരങ്ങൾ കീഴടക്കിയത് എങ്ങനെയെന്ന് ഇന്നും രാജ്യം ഓർമ്മിച്ചു. 1999 പോരാട്ടത്തിൽ ഇന്ത്യ നേടിയ നിർണായക വിജയം പ്രകൃതി ശക്തികൾക്കെതിരായും പാകിസ്ഥാൻ പോരാളികൾക്കെതിരായും ഒരുപോലെയായിരുന്നു. കാർഗിലിന്റെ ശത്രുതാപരമായ സാഹചര്യങ്ങളെ നമ്മുടെ സൈനികർ എങ്ങനെ നേരിട്ടു എന്നത് അത്ഭുതകരമാണ്. 1999 കാർഗിൽ യുദ്ധത്തിന്റെ വിജയകരമായ പരിസമാപ്തിയെ അടയാളപ്പെടുത്തിയ കാർഗിൽ വിജയ് ദിവസ് അനുസ്മരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തന്റെ പ്രതിമാസ മൻ കി ബാത്ത് റേഡിയോ പ്രസംഗം ആരംഭിച്ചത്. ഈ ദിവസം നമ്മളിൽ അഭിമാനം നിറയ്ക്കുന്നു. നമ്മുടെ ധീരമായ സൈനികരുടെ അസാധാരണമായ ധൈര്യത്തെ ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നു. കാർഗിൽ കൊടുമുടികൾ, കഠിനമായ കാലാവസ്ഥ, ശത്രു ഉയർത്തുന്ന വെല്ലുവിളി, നമ്മുടെ സൈനികർ അത് നേരിട്ടു. ജൂലൈ 14 ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്ന് ആരംഭിച്ച ജമ്മുവിലെയും കശ്മീരിലെയും ദ്രാസ് നഗരത്തിലുള്ള കാർഗിൽ യുദ്ധസ്മാരകത്തിൽ എത്തിച്ചേരാൻ പോകുന്ന പ്രത്യേക മോട്ടോർ സൈക്കിൾ റാലിയായ ശൗര്യ വിജയ് യാത്രയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. ഒരു യാത്ര, ഒരു രാഷ്ട്രം, ഒരു സല്യൂട്ട് എന്നതാണ് അതിന്റെ സന്ദേശം. രാഷ്ട്രത്തിനു വേണ്ടി നടത്തിയ ത്യാഗം ഒരിക്കലും മറക്കാനാവില്ലെന്നും ഈ യാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. എങ്ങനെയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതെന്നും തന്ത്രപരമായ ഉയരങ്ങൾ കീഴടക്കുന്നതിനായി നിർണായക വിജയം നേടുന്നതിനായി ഇന്ത്യൻ സൈന്യം എങ്ങനെയാണ് പ്രതികൂല സാഹചര്യങ്ങൾക്കെതിരെ പോരാടിയതെന്നും രാജ്യം ഇന്നും ഓർമ്മിക്കുന്നു. നിയന്ത്രണ രേഖയുടെ ഇന്ത്യൻ ഭാഗത്തുള്ള സ്ഥാനങ്ങളിൽ നിന്ന് അവശേഷിച്ച അവസാനത്തെ പാകിസ്ഥാൻ സൈനികരെയും നുഴഞ്ഞുകയറ്റക്കാരെയും ഒഴിപ്പിച്ചതോടെ 1999 ജൂലൈ 26 കാർഗിൽ യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചു. പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർ നിയന്ത്രണ രേഖ കടന്ന് ലഡാക്കിലെ കാർഗിൽ ജില്ലയിലെ ഉയർന്ന സ്ഥാനങ്ങൾ കൈവശപ്പെടുത്തിയതോടെയാണ് സംഘർഷം ആരംഭിച്ചത്. ഓപ്പറേഷൻ വിജയ് എന്ന ഇന്ത്യൻ സൈന്യം പേരിട്ട ഈ യുദ്ധത്തിൽ പാക് സൈന്യം ചതിയിലൂടെ പിടിച്ചെടുത്ത തന്ത്രപ്രധാന കൊടുമുടികൾ ഒന്നൊന്നായി തിരിച്ചുപിടിച്ചതിന്റെ ധീരോജ്വലമായ ഓർമ്മകളാണ് ഇന്ന് വീണ്ടും ഓർമ്മിപ്പിക്കപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.